പ്രിയ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട അച്ഛൻ ശുമാശൻ പ്രിയ ദൈവജനമേ, പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള ദൈവവചന ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഇവിടെ ആരംഭം ഇപ്രകാരമാണ്: ആ സമയം ശിഷ്യന്മാർ യേശു തമ്പുരാന്റെ അടുക്കൽ ചെന്ന് സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കുമെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഒരു പൈതലിനെ വിളിച്ച് അവരുടെ ഇടയിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് പൈതങ്ങളെ പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ പൈതലിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. എൻ്റെ നാമത്തിൽ ഈ പൈതലിനെ പോലെ ഉള്ളവനെ കൈക്കൊള്ളുന്നവൻ എന്നെയും കൈക്കൊള്ളുന്നു. ആരാണ് പൈതൽ? രണ്ട് വ്യക്തിത്വങ്ങളെ പറ്റി പറയുന്നുണ്ട്. 2 personalities, 2 people are here. First one, Jesus took one child and said, be like him, be a child. In second section he says, you are the child. So 2 kids are here. You are the kid among them, I am also a kid among them. And these kids are the same one. You understand me? No. ഇല്ല. ചിലർക്ക് മനസ്സിലായില്ല. 2 തരം കുഞ്ഞുങ്ങളെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഒന്ന് സാധാരണ നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങൾ, ഈ വർത്താനം പറയുകയും ചിരിക്കുകയും ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ. രണ്ടാമത്തെ കുഞ്ഞാരാന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ആ കുഞ്ഞെന്ന് പറയുന്നത്. ചുവ വ്യക്തമായില്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യു ആർ ദി ചിൽഡ്രൻ ഓഫ് ഗാഡ്. യു ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് ഹു ഹംബിൾഡ് ഹിംസെൽഫ് ഓർ themselves to God. Those who humble themselves before God or before other people will be glorified by God and by other people. ഞങ്ങൾക്കൊരു ഡയറക്ടർ ഉണ്ട്. ആ ഡയറക്ടർ പറയുന്നപ്പോഴാണ് ഐ ആം യുവർ ഡയറക്ടർ, ഐ ആം യുവർ ഡയറക്ടർ. എവറി ഡേ എവറി ടൈം ഹി വിൽ ബി സേയിങ് ദാറ്റ്. എപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യുന്ന ഗുഡ് മോർണിംഗ് ഡയറക്ടർ. അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ വേറൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മുടെ പേര് ചൊല്ലിയിട്ട് പറയും, ഗുഡ് മോർണിംഗ് ജോസഫ്, ഹൗ ആർ യു. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? The first person says, I am your director, you have to do this and that. You have to obey, you have to honor me, like that. But the other director says, he is coming and greeting everyone by calling his or others' name. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്നത് the second one will be getting the glorification. കർത്താവ് തന്നെ പറഞ്ഞത്, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാന്ന് ചോദിച്ചാൽ കുഞ്ഞിനെ പോലുള്ളവർ, കൊച്ചുങ്ങളെ പോലുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളായി വരിക. Be a child before me. Be a child before everyone. കുഞ്ഞുങ്ങൾ നമ്മളെ പേര് വിളിക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാവരും പേരാ വിളിക്കുന്നത്. എത്ര വലിയവനാണേലും ചെറിയവനാണേലും എല്ലാവരും പേരാ വിളിക്കുന്നത്. ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പേരാ വിളിക്കുന്നത്. അതല്ല, ഇത് വേറൊരു കോളിങ്. ഒരു കുഞ്ഞ് അപ്പനെ അല്ലെ അമ്മയെ ചെറുപ്പം പേര് വിളിക്കും, പെടാ പോടാന്നൊക്കെ വിളിക്കും. അതിനൊരു ഇമ്പമുണ്ട്. എന്നാലും വലുതായതിനു ശേഷം നമ്മുടെ മക്കൾ എടാ പോടാന്ന് വിളിച്ച് ശരിയാവും? ഇല്ല. താരതമ്യം ചെയ്യുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ നൈർമല്യത്തോടുകൂടി, ഹ്യൂമിലിറ്റിയോടുകൂടി, ഇന്നസെൻസോടുകൂടി
നാം മറ്റുള്ളവരുടെ അരികിൽ നിൽക്കുമ്പോൾ നമുക്ക് കൃപ ലഭിക്കും, അനുഗ്രഹങ്ങൾ ലഭിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു, ചാപ്ലിൻ, why we want to pray? Jesus said, you are the children of God and I am your father. I am giving everything. You don't ask anything to me. Then why we want to pray? നിങ്ങൾക്ക് ഉത്തരം പറയാമോ? അതിന് ഉത്തരം പറഞ്ഞാൽ ഞാൻ സമ്മാനം തരും. Why we want to pray, even though God knows everything of us. We have to thank Him. Yeah, we have to thank Him. Okay, one type of prayer. That's good. Communion with God. Sorry? Communion with God. Communion to God. That's good. എന്തിനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. And ചോദിച്ച ചോദ്യം ഇതാണ്, God knows everything what I want. Then why I want to pray to God? If He knows me, let Him give me everything. If He knows me, why I want to ask this and that? അമ്മയ്ക്കറിയാം കുഞ്ഞിന് പാല് വേണം. That's right. കുഞ്ഞ് കരയുമ്പോ That's right. സമ്മാനം തരാം. ഒരു വെള്ളരിക്ക ഫ്രീ ആയിട്ട് കിട്ടും. അത് ഫ്രീ ആയിട്ട്. താങ്ക് യു. അമ്മയ്ക്കറിയാം തൻ്റെ കുഞ്ഞിന് മുല കൊടുക്കണമെന്നും പാല് കൊടുക്കണമെന്നും ഭക്ഷണം കൊടുക്കണമെന്നും കുളിപ്പിക്കണമെന്നും ടേക്ക് കെയർ ചെയ്യണമെന്നും എല്ലാം അമ്മയ്ക്കും അറിയാം, അപ്പനും അറിയാം. അവൻ എന്നെ നോക്കുക, അപ്പനും അറിയത്തില്ല. കുഞ്ഞിനെ എപ്പോഴും അവൻ എടുക്കുക. അപ്പം എന്നിരുന്നാലും കുഞ്ഞ് കരയുമ്പോൾ എന്താണ് തോന്നുന്നത്? ഓ, ഹീസ് മൈ ചൈൽഡ്, ഹീ നീഡ്സ് സംതിങ് ഓർ ഷീ നീഡ്സ് സംതിങ്, ഐ ഹാവ് ടു ബി ദേർ. നല്ലൊരു ഉത്തരം അത്. ഗുഡ് ആൻസർ. ഇതിന് മാത്രം ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒത്തിരി ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഉത്തരം കൊടുത്തപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. റീസണബിൾ ആൻസർ. He knows, the mother knows everything, the father knows everything about the kids. But when they ask again and again, they are coming and giving the blessings. ഇവിടെ ചെറിയവർ ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എളിമയുള്ളവരായിട്ട് ചോദിക്കണം, കർത്താവ് എനിക്കത് വേണം. പ്രാർത്ഥിക്കണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയത്തില്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നല്ലേ പറയുമോ? എങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പ്രാർത്ഥനകളും എഴുതി കൊടുത്തു. അവരതനുസരിച്ച് പ്രാർത്ഥിച്ചു, നമ്മളതനുസരിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. പിന്നെ വേറൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് ഇടതടവില്ലാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഇതിന്റെ മെയിൻ ഉദ്ദേശം, ബി ഹംബിൾ ബിഫോർ ഗാഡ്. ബി ഹംബിൾ ഹു ആർ above us. Be humble there. Then only we will be accepted. We will be counted to the place of God. Always be humble. ഞാൻ ആരാണേലും എന്താണേലും എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും ബി ഹംബിൾ ബിഫോർ ഗാഡ്. ബി ഹംബിൾ ഓൾവേസ്. ഉദാഹരണം വേറെ തരാം. മാവ് കണ്ടുണ്ടോ? മാവ്, മാംഗോ ട്രീ കണ്ടുണ്ടോ? മാംഗോ ട്രീ. എവരിബഡി യു ഹാവ് സീൻ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് നോക്കിയാൽ മതി, വാട്ട് ഈസ് മാംഗോ ട്രീ. മാംഗോ ട്രീ എടുത്തിട്ട് അത് ഇലകളെല്ലാം നിറഞ്ഞു നിന്ന് നിൽക്കുമ്പം ഒരു വലിയ രസമൊന്നുമില്ല കാണാൻ. പക്ഷേ അതിൻ്റെ അത് നിറച്ച് മാങ്ങ പഴുത്ത് അതെങ്ങനെയാണ് ഇരിക്കുന്നത്? നല്ല ചുവന്ന് തൊഴുത്ത് ഇരിക്കുമ്പോൾ, നല്ല മഞ്ഞ കളർ കിടക്കുമ്പോൾ ആ മാവിൻ്റെ കൊമ്പ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ? താഴോട്ട് കാണിച്ച് എന്നെ എടുത്ത് ഉപയോഗിക്കും, എന്നെ ഭക്ഷിക്കും. മാങ്ങ ട്രീയിൽ നമ്മൾ നോക്കണ്ട, അതിനേക്കാളും വലിയൊരു മരമാണ് തെങ്ങ്.
തെങ്ങ് വളരെ ശക്തമാണ്, ഉയരത്തിലാണ്. പക്ഷേ അതിൻ്റെ തേങ്ങാക്കൊലകൾ മൂത്ത് കഴിയുമ്പോൾ എന്തുണ്ടാവും? അതും താഴ്ന്നു തരും. പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുക, ബി ഹംബിൾ ബിഫോർ ഗോഡ് ആൻഡ് ബിഫോർ പീപ്പിൾ, then only you will be glorified. Our Lord Jesus Christ was humble enough to the death on the cross. He humbled himself so that he was glorified by God the Father as his Son, and everybody admitting him as the Lord. He is the Lord. Why? He humbled himself. If I humble myself, then only I will be glorified before others, before God. Are you ready to humble yourself? Yes. Are you ready to humble yourself? Yes. Good. ഞാൻ വേറൊരു ഇത് കൂടെ തരാം. ഒരു നീളമുള്ള ആണി, വേറെ രണ്ട് നീളം കുറഞ്ഞ ആണി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു നീളമുള്ള ആണിയും തരും, വേറെ നീളം കുറഞ്ഞ രണ്ട് ആണികൾ തരും. ടോട്ടൽ 3 ആണികൾ തരും. ഐ വിൽ ബി ഗിവിംഗ് യു 3 nails. 1 nail will be bigger than the other 2 nails. What you will make it out of that? അത് പറയുന്നവർക്കും ഒരു കുമ്പളങ്ങ സമ്മാനം തരും. എന്ത് ചെയ്യും? എൻ്റെ കൂടെ യാത്ര ചെയ്തവർ പറയണ്ട. മൂന്ന് ആണികൾ തരും. ഒരാണിക്ക് നീളം കൂടുതലാണ്, 2 ആണികൾക്ക് നീളം കുറവാണ്. ആ 3 ആണികൾ കൊണ്ട് എന്ത് ചെയ്യും? ആരാ പറഞ്ഞേ? കേട്ടില്ല, കണ്ടില്ല. ഓക്കെ, ആദ്യ പറഞ്ഞേ ക്രോസ് ഉണ്ടാക്കും. 3 ആണികളിൽ കർത്താവേ എന്നൊരു പാട്ടില്ലേ? ഉത്തമമായി ഉള്ളതാ. അടിപൊളിയൊരു ആൻസറാണ്. അച്ഛാ ഒരു ആൻറ്റി എന്തുകൊണ്ടാണെന്നറിയാമോ അങ്ങനെ വരുന്നത്? ഞങ്ങളിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ എത്താറാമത്തിന് ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്ക് പാരലായിട്ടൊരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ നോക്കണം, നീ എന്നെ എൻ്റെ കൂടെ തന്നെ വരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് അവൻ്റെ വാതിലിൽ, ഐ മീൻ ഗ്ലാസ്സിൽ 3 ആണികളുടെ പടം കിട്ടി. സൂക്ഷിച്ച് നോക്കിയപ്പോൾ ദാറ്റ്സ് എ ക്രോസ്. ആദ്യമായിട്ട് ഞാൻ കണ്ടു, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് വരെയും കർത്താവിനെ സൂചിപ്പിക്കും. അവൻ ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കും. എന്ത് സിംബോളിസം അവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി നന്നാക്കാൻ പോയപ്പോൾ വണ്ടി മറ്റേ സാമാനങ്ങളില്ലേ, അതുകൊണ്ടൊരു കുരിശുണ്ടാക്കിയിരുന്നു. അവൻ്റെ പിരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ സ്പാനേഴ്സും കൊണ്ടൊരു കുരിശുണ്ടാക്കിയിട്ടിരിക്കുന്നു ആ കടക്കാരൻ. ഹൗ ദേ ആർ വിറ്റ്നസിങ് ഗാഡ്, ഹൗ ദേ ആർ ബിഫോർ ഗാഡ്. Just think about it. If I get all these small things, how I make glorify God. His name, only His name. Just think. Be humble enough. എനിക്ക് മുമ്പ് 3-4 പേര് ഒത്തിരി പ്രസംഗം അതിനോട് നിർത്തുക. കൂടി പറഞ്ഞത് അധിക പ്രസംഗമാവും. ബിരിയാണിയാണോ എന്താണെന്ന് അറിയത്തില്ല, ചൂട് പോയാലും ശരിയാകും. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിട്ട് ഒന്നുകൂടെ കാണാൻ സാധിച്ചു. പെട്ടെന്നൊരു മാസം കടന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത മാസം ദൈവം അന്വേഷിച്ചാൽ കാണാം. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്കൊരു അവസരം നൽകിയായിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബി ഹംബിൾ ബിഫോർ God and before everyone. Thank you.